ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. ലോട്ടറി ടിക്കറ്റിനെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ ലോട്ടറി ടിക്കറ്റ് ഇന്ന ആൾക്കാർക്ക് അടിക്കുമോ, ഇന്ന നക്ഷത്രക്കാർക്ക് അടിക്കുമോ എന്നുള്ള വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, വീഡിയോ എടുത്തിട്ടുമില്ല, അപ്ലോഡ് ചെയ്തിട്ടുമില്ല. ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത്. ലോട്ടറി ടിക്കറ്റിനെ പറ്റി, അതായത് ഓണം ബമ്പറാണ് ഞാൻ പറയുന്നത്. ഓണം ബമ്പർ എന്ന് പറയുന്ന സമയത്ത് 25 കോടിയാണ് ഒന്നാം സമ്മാനമായിട്ട് നൽകുന്നത്. 25 കോടി പറയുമ്പോൾ ഒരു നല്ല തുക തന്നെയാണ്. അതിൻ്റെ ഏകദേശം കിഴിവും മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് ഏകദേശം തന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെ 60% നമ്മുടെ കയ്യിലേക്ക് വരും എന്ന് തന്നെ പറയാം. അപ്പോൾ ഏകദേശം ഒരു 12 കോടിയോളം വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒരാൾക്ക് സാധാരണക്കാർക്കെല്ലാം കിട്ടുകയാണെങ്കിൽ, സാധാരണക്കാരെന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു നിധിയായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. നിധി എന്ന് പറയുമ്പോൾ അന്ന് കാലത്തായാലും ഇന്ന് കാലത്താണെങ്കിലും ഭൂമിൻ്റെ അടിയിൽ പണ്ട് കാലത്തെല്ലാം കിണർ കുഴിക്കുന്ന സമയത്താണ് നിധി കിട്ടാറുള്ളത്. കിണർ അന്നേക്ക് വെള്ളത്തിന് വേണ്ടി അത്യാവശ്യമായിരുന്നു. അപ്പോൾ കിണർ കുഴിക്കുകയോ അതുപോലെ എന്തെങ്കിലും കുഴികൾ കുഴിക്കുകയോ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളുമാരുള്ള കുളങ്ങൾ കുഴിക്കുമ്പോഴോ എന്നീ സമയത്താണ് നിധി കിട്ടാറുള്ളത്. ആ നിധി കിട്ടുന്നത് അപ്രതീക്ഷിതപരമായിട്ടുള്ള ഭാഗ്യകടാക്ഷത്തിന് ഉടമസ്ഥനാക്കും ആ ഭൂമി ഉടമയെ, അല്ലെങ്കിൽ അത് കണ്ടെത്തുന്ന ആളെ, അല്ലെങ്കിൽ അത് കിട്ടുന്ന ആളെ എന്ന് പറയുന്നത്. അതുപോലെയാണ് ഇവിടെ ബമ്പർ ലോട്ടറി അടിക്കുന്ന ഒരാൾക്ക് 12 കോടി, അതായത് 25 കോടി ബമ്പർ അടിച്ചാൽ 12 കോടി കൈ കിട്ടുകയാണെങ്കിൽ അതൊരു നിധിയാണ്. അതൊരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ഒരു നിധിയായിട്ട് കണക്കാക്കാം. അങ്ങനെ നറുക്കെടുക്കുന്ന ഒരു ബമ്പർ ലോട്ടറി സെപ്റ്റംബർ 27, 2025 സെപ്റ്റംബർ 27-ാം തീയതി അതിൻ്റെ നറുക്കെടുപ്പ് സെപ്റ്റംബർ 27-ാം തീയതി ഒരു ശനിയാഴ്ച ദിവസമായിട്ടാണ് എടുക്കുന്നത്. ശനിയാഴ്ച ദിവസം ഒരു അനിഴ നക്ഷത്രത്തിലാണ് നറുക്കെടുപ്പ് വരുന്നത്. ശുക്ലപക്ഷ ഷഷ്ടി, അതായത് വെളുത്ത പക്ഷത്തിലത്തെ 6ാമത്തെ ദിവസമാണ് സെപ്റ്റംബർ 27-ാം തീയതി ശനിയാഴ്ച ദിവസമാണ് നറുക്കെടുപ്പ്. ആ നറുക്കെടുക്കുന്ന സമയത്ത് ഏകദേശം 2 മണിക്കായിരിക്കും മിക്കവാറും നറുക്കെടുപ്പ് നടക്കുക എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയുന്ന സമയത്തും, അതായത് മുഹൂർത്തം അല്ലെങ്കിൽ പറയാം, നമ്മൾ കേൾക്കുന്ന സമയത്തും അറിയുന്ന സമയത്തുമാണ് നമ്മളുടെ അനുഭവം എന്ന് പറയുന്നത്. ലോട്ടറി ഭാഗ്യം, ലോട്ടറി അടിച്ചു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന സമയം. ഇപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് നറുക്കെടുക്കുന്ന ഇത് ഏകദേശം 3 മണിക്കോ 3:30-ക്കോ അവസാനിക്കുകയായിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ ഇതിൽ കുറേ പ്രൈസുകളുണ്ട്. അതായത് ഒന്നാം സമ്മാനമായിട്ട് 25 കോടിയും 2ാം സമ്മാനമായിട്ട് 1 കോടി വീതം 20 പേർക്കും, 3ാം സമ്മാനമായിട്ട് 50 ലക്ഷം വീതം 20 പേർക്കും, 5ാം സമ്മാനമായിട്ട് 4ാം സമ്മാനമായിട്ട് 5 ലക്ഷം വീതം 10 പേർക്കും, 5ാം സമ്മാനമായിട്ട് 2 ലക്ഷം വീതം 10 പേർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ലക്ഷങ്ങളുടെ ആണ് ഉള്ളത്. അപ്പോൾ ലക്ഷങ്ങൾ കിട്ടുന്നതും ഒരു ഭാഗ്യമായിട്ട് കണക്കാകാം. സാധാരണക്കാർക്ക് ഇപ്പോൾ 2 ലക്ഷം കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞാൽ 1.5 ലക്ഷം 1.25 ലക്ഷമൊക്കെ കിട്ടുകയുള്ളൂ. അതൊരു വഴിത്തിരിവാണെന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ചിലവർ കോടി എടുക്കുന്നവർ എന്തായാലും വലിയ പ്രൈസിനെ പ്രതീക്ഷിച്ചായിരിക്കുന്നു. ഒരു 5000 കിട്ടാൻ വേണ്ടി ആരും കോടി എടുക്കാറില്ല. അതിന് സാധാരണ ലോട്ടറി എടുത്താൽ പോരെ എന്ന് ചിന്തിക്കും. പക്ഷേ ഇവിടെ കോടി അടിക്കുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. കോടി അടിക്കാന്ന് വെച്ച് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ 1 കോടി അടിക്കണം, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസായിട്ട് 25 കോടി അടിക്കണം, അല്ലെങ്കിൽ 50 ലക്ഷം അടിക്കണം. ചുരുങ്ങിയത് 10 ലക്ഷമെങ്കിലും അടിച്ചാൽ, അല്ലെങ്കിൽ 5 ലക്ഷമെങ്കിലും അടിച്ചാൽ കുറച്ചെങ്കിലും സമ്മാനത്തുക എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള നറുക്കെടുപ്പിൽ വിജയിക്കുന്ന ഏകദേശം 20, 40, 10, 51 ആളുകൾക്ക് ഏകദേശം നല്ലൊരു തുക കിട്ടുവാനുള്ള സാധ്യത. 51 ഭാഗ്യശാലികളെ അന്നേക്ക് ഈ നറുക്കെടുപ്പിലൂടെ കേരള ഗവൺമെൻറ് ബമ്പർ ഇറക്കുന്നതും അന്നേക്ക് നറുക്കെടുക്കുന്നതും. അപ്പോൾ ആ സമയത്ത് ആർക്കെല്ലാം ഭാഗ്യം ഉദിച്ചു വരുന്ന നക്ഷത്രക്കാരുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ചാരവസാൽ ഇടവക്കൂറുകാർ, രോഹിണി നക്ഷത്രം ഇടവക്കൂറിലാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ചാരവസാൽ വ്യാഴം ധനസ്ഥാനത്ത് 2ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലം ലാഭസ്ഥാനമായിട്ടുള്ള 11ാം ഭാവത്തിൽ
ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലം വളരെ അനുകൂലപരമായിട്ടാണ്. അതായത് ശനിയും വ്യാഴവും അനുകൂലത്തിൽ കിട്ടുന്നത് തന്നെ മഹാഭാഗ്യമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തെ പറ്റിയാണ് അതായത് ജ്യോതിഷം അറിയുന്നവരും മനസ്സിലാക്കിയിട്ടുള്ളവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സമയമാണ് ഇപ്പോൾ ഇടവക്കൂറുകാർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടോ എന്നാണ് നമ്മൾ ഇതിലൂടെ പരിശോധിക്കേണ്ടത്. ലോട്ടറി ഭാഗ്യം ചാരവസാൽ 2ാം ഭാവത്തിൽ വ്യാഴവും 11ാം ഭാവത്തിൽ ശനിയും നിന്നതുകൊണ്ട് മാത്രം ആയില്ല. ജാതകത്തിൽ അതിനുള്ള യോഗമുണ്ടോ, അതിനുള്ള സമയമാണോ എന്നുള്ളതും കൂടി ചിന്തിക്കണം. ആ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അതായത് രോഹിണി നക്ഷത്രക്കാർ ജനിക്കുന്നത് ചന്ദ്രദശയിലാണ് ജനിക്കുന്നത്. ചന്ദ്രദശ ആകെ 10 വർഷമാണ്. ആ 10 വർഷത്തിൽ നമ്മൾ ജനിക്കുമ്പോൾ ഏത് സമയത്താണ് ജനിക്കുന്ന നക്ഷത്രം തുടങ്ങി എത്രാമത്തെ നാഴിക അല്ലെങ്കിൽ എത്രാമത്തെ സമയത്താണ് ജനിക്കുന്നത് അല്ലെങ്കിൽ എത്രാമത്തെ പാദത്തിലാണ് ജനിക്കുന്നത് എന്നറിഞ്ഞതിന് ശേഷമാണ് എത്ര വർഷം ചന്ദ്രദശ കിട്ടി എന്നുള്ളത് അറിയുള്ളൂ. നമ്മളിവിടെ അതിന് വേണ്ടിയിട്ട് 10 വർഷത്തിന്റെ പകുതിയാണ് എടുക്കുന്നത്. അപ്പൊ 5 വർഷം എടുത്തു കഴിഞ്ഞാൽ ചന്ദ്രദശ ചെറുപ്പത്തിൽ 5 വയസ്സ് വരെയും ചന്ദ്രദശ. അത് കഴിഞ്ഞാൽ വരുന്നത് ചൊവ്വാദശയാണ്. ചൊവ്വാദശ 7 കൊല്ലമാണ്. അപ്പൊ 7 5 12ആണ്. 12 വയസ്സിന് ശേഷം 18 വർഷം വരുന്ന രാഹുർ ദശയാണ്. അതിനുശേഷം ചൊവ്വാദശയ്ക്ക് ശേഷം വരുന്നത്. ചൊവ്വാദശയ്ക്ക് ശേഷം വരുന്നത് രാഹുർ ദശയാണ്. രാഹുർ ദശ 18 വർഷമാണ്. അപ്പൊ 12 10 28 12 10 22 8 30. അപ്പോൾ 30 വയസ്സ് വരയ്ക്കും ഏകദേശം രാഹുർ ദശാകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 30 വയസ്സ് വരെയുള്ള അവർക്ക് രാഹുർ ദശയാണെങ്കിൽ രാഹു 3ാം ഭാവത്തിലോ ജാതകത്തിൽ 3ാം ഭാവത്തിലോ ലഗ്നാൽ 3ാം ഭാവത്തിലോ 6ാം ഭാവത്തിലോ 11ാം ഭാവത്തിലോ നിൽക്കുന്ന രാഹുർ ദശാകാലത്തിൽ ലോട്ടറി അടിക്കാനുള്ള സാധ്യത ഏറെ കൂടുതലാണ് ഉള്ളത്. അതുപോലെ തന്നെ അവർക്ക് ദശാകാലവും നല്ലതുപോലെ അനുഭവിക്കാൻ പറ്റും. അതിൽ തന്നെ ശുക്രന്റെ അപകാരകാലം അല്ലെങ്കിൽ 2ാം ഭാവാധിപന്റെയോ 11ാം ഭാവാധിപന്റെയോ 9ാം ഭാവാധി ഭാഗ്യാധിപനാണ് 9ാം ഭാവം. അപ്പോൾ 9ാം ഭാവാധിപന്റെയോ അപഹാരം നടക്കുന്ന സമയം. അതായത് രാഹുർ ദശയിൽ ശുക്രന്റെ അപഹാരം 3 വർഷമാണ്. ആ ശുക്രൻ 2ാം ഭാവാധിപനായിട്ടോ 9ാം ഭാവാധിപനായിട്ടോ 11ാം ഭാവാധിപനായിട്ടോ സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ബലവായി നിൽക്കുകയും അംശത്തിലും അതുപോലെ ബലവാനായി അംശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ യോഗത്തിൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അത് ഈ ഓണം ബെമ്പറാണ് പറയുന്നത്. ഓണം ബെമ്പറിൽ പറയുന്നത് എന്താ വെച്ച് പറഞ്ഞാൽ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ചാരവസാല് അനുകൂല സമയം കൂടി ആയത് കാരണമാണ് രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നത്. അപ്പോൾ 30 വയസ്സ് വരെയുള്ള ആളുകളുടെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ആ 30 വയസ്സിന് ശേഷം വരുന്ന ദശാകാലം എന്ന് പറയുന്നത് വ്യാഴദശാകാലമാണ്. വ്യാഴദശാകാലം 16 കൊല്ലമാണ്. അപ്പോൾ 30 10 40 46 വയസ്സ് വരെയും വ്യാഴദശാകാലമാണ്. വ്യാഴൻ ധനം വാരിക്കോരി കൊടുക്കുന്ന ഒരാളാണ്. ഭാഗ്യകാരകനാണ്, ധനകാരകനാണ്, ധനം കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ആ വ്യാഴദശയിലും നല്ലതുപോലെ ഭാഗ്യകടാശങ്ങളും ഇങ്ങനെയുള്ള നിധിയോഗങ്ങളും അനുഭവയോഗങ്ങളും ഭാഗ്യകടാശങ്ങളും ലോട്ടറി ഭാഗ്യങ്ങളും വരുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വ്യാഴം ബലവാനായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2ാം ഭാവത്തിലോ 5ാം ഭാവത്തിലോ 4ാം ഭാവത്തിലോ 2ാം ഭാവത്തിലോ 5ാം ഭാവത്തിലോ 9ാം ഭാവത്തിലോ 11ാം ഭാവത്തിലോ ഞാൻ പറഞ്ഞ ബാരി സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നിൽക്കുന്ന ദശാകാലത്താണ് ഈ അനുഭവയോഗം ഉണ്ടാവുക. ആ ദശാകാലത്തിൽ അനുഭവയോഗം തീർച്ചയായിട്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ സ്ഥാനമാനങ്ങളിലാണെങ്കിൽ 2ാം ഭാവം 5ാം ഭാവം 9ാം ഭാവം 11ാം ഭാവത്തിലുള്ള വ്യാഴം നിൽക്കുന്ന ദശാകാലത്തിൽ സ്വക്ഷേത്രമോ ഉച്ചക്ഷേത്രമോ ബന്ധുക്ഷേത്രമോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ലാഭസ്ഥാനമായിക്കോട്ടെ അവിടെ നിൽക്കുകയാണെങ്കിലാണ് നിൽക്കുന്നത്. ഉച്ചസ്ഥാനമാണെങ്കിൽ സൂപ്പറായി. അങ്ങനെയുള്ള ഒരു സമയത്താണ് വ്യാഴദശാകാലത്തിൽ ലോട്ടറി അടിക്കാനുള്ള സാധ്യത രോഹിണി നക്ഷത്രക്കാരുള്ളൂ. 46 വയസ്സ് വരെയും. അത് കഴിഞ്ഞാൽ പിന്നെ 46 വയസ്സിന് ശേഷമുള്ളവർക്കാണെങ്കിൽ ശനി ദശാകാലമാണ്. ശനി ദശയാണെങ്കിൽ ഇതേമാതിരി സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ നിൽക്കുന്നതും ആയിട്ടുള്ളതാണെങ്കിൽ 3 6 11 ഭാവങ്ങളിൽ നിൽക്കണം. ശനിയാണെങ്കിൽ 3 6 11 ഭാവങ്ങളിൽ നിന്നാലേ ഈ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുകയുള്ളൂ. ശനിയിൽ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കണമെങ്കിൽ 3 6 11 ഭാവങ്ങളിൽ നിൽക്കുന്ന ശനിയിൽ
ബുധന്റെയോ ശുക്രന്റെയോ ബന്ധു ഗ്രഹമായിട്ടുള്ള ബുധന്റെയോ ശുക്രന്റെയോ അപഹാരത്തിലായിരിക്കും ഈ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്നത്. അതായത് ആ ക്ഷേത്രം ശുക്രനാണെങ്കിലും ബുധനാണെങ്കിലും അവരുടെ സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ഞാൻ പറഞ്ഞിരിക്കുന്നത് 2, 9, 11 ഭാവങ്ങളിൽ നിൽക്കുന്ന അപഹാരമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോട്ടറി ഭാഗ്യം ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ അവർക്കും ഈ യോഗം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 5 വർഷം ഗർഭശിഷ്ടം, 7 വർഷം ചൊവ്വ, 12, 12, 10, 22, 30 രാഹു, 46 വ്യാഴം, 56, 60 ശനിദശാകാലത്തിലും അടിക്കാനുള്ള യോഗമുണ്ട്. ഏത് ദശയും മോശമല്ല. പക്ഷെ നിൽക്കുന്ന സ്ഥാനമാനങ്ങളെ അപേക്ഷിച്ച് ഓരോരുത്തർക്കും ഓരോരോ ക്ഷേത്രം പറഞ്ഞിട്ടുണ്ട്. ആ ക്ഷേത്രപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്കും ഈ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് ചാരവസാനം കൂടി അനുകൂല സ്ഥിതിയിലുള്ള കാരണം തീർച്ചയായിട്ടും യോഗങ്ങൾ വരും. അങ്ങനെ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകട്ടെ എന്ന് ഞാനും കൂടി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.